നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വോട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഇരിക്കുന്നു. ഇനിയിപ്പോൾ ജൂൺ 4-ാം തീയതി ആവണം ഇതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ. കാരണം ഭാരതത്തിലെ മറ്റ് സ്ഥലങ്ങളിലെ പോളിംഗ് എല്ലാം കഴിഞ്ഞിട്ടില്ല. ചിലത് കഴിഞ്ഞു, ചിലതിനിയും വരാനിരിക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാട് വിഷയങ്ങൾ പൊങ്ങി വരും. അന്യോന്യം കുറ്റം പറയും. അശ്ലീല വീഡിയോ ഇറക്കി, എന്നെ അപമാനിച്ചു, എൻ്റെ അങ്ങനെ ഫോട്ടോ എടുത്തു, എൻ്റെ വാർത്ത ഇങ്ങനെ വളച്ചൊടിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിനിടയ്ക്ക് ഈ വേണ്ടാത്ത ആൾക്കാരൊക്കെ ഒരു TG നന്ദകുമാറൊക്കെ ഇല്ലേ, അയാൾ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുക. ഞാൻ ആൻ്റണിയുടെ മകനെ ഡൽഹിയിൽ വെച്ച് കണ്ടു, ശോഭാ സുരേന്ദ്രൻ 10 ലക്ഷം രൂപ എനിക്ക് തരാനുണ്ട്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വൻ ബഹളം നടക്കുന്ന ഒരു സമയമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഏതായാലും കേരളത്തിലെ ബഹളം ഇതോടെ അവസാനിച്ചു എന്ന് നമുക്ക് കരുതാം. ഇനിയുള്ള ബഹളം വോട്ട് എണ്ണിക്കഴിഞ്ഞിട്ടായിരിക്കും. അതുവരെ കേരളത്തിൽ വലിയ തലവേദനയൊന്നും ഉണ്ടാകില്ല. ബട്ട് ഭാരതത്തിൽ ഈ തലവേദന പോളിങ്ങിൻ്റെ അവസാന ദിവസം വരെ ഉണ്ടാവും. ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് ഈ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കും. ഈ യുദ്ധത്തിനിടയ്ക്ക് പൊങ്ങി വന്ന ചില പ്രധാന വിവാദങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. അത് ഞാനിത് പറഞ്ഞ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ആകാശത്തിലൂടെ നിങ്ങളുടെ TV എത്തുമ്പോഴത്തേക്ക് ആ പ്രശ്നം ചിലപ്പോൾ അപ്രസക്തമാകുകയും വേറൊരു പ്രശ്നം അതിലും വലുത് ചാടുകയും ചെയ്യും. പക്ഷേ എന്ത് ചെയ്യാം, ഞാൻ നിസ്സഹായനാണ്. ഞാൻ ഇത് എടുക്കുന്ന സമയത്തുള്ള പ്രശ്നമാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം തിരഞ്ഞെടുപ്പ് അതിവേഗത്തിലും വലിയ ബഹളത്തിലും നടക്കുന്ന ഒരേർപ്പാടാണ്. അതിനാൽ അപ്പോൾ ഇപ്പോൾ പ്രസക്തമായിട്ട് നിൽക്കുന്നത് നരേന്ദ്രമോദിയുടെ പ്രസംഗമാണ്. നരേന്ദ്രമോദി എന്തോ വലിയ മഹാപാപം ചെയ്തു. അത് രാജസ്ഥാനിലാണ് അദ്ദേഹം ആദ്യം പ്രസംഗിച്ചത്. അത് മഹാപാപമാണ് എന്ന് പറഞ്ഞു വായിൽ നാക്കിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹം വേറൊരു സ്ഥലത്ത് അവിടെയും ഇത് തന്നെ പ്രസംഗിച്ചു. ആകെക്കൂടെ വൻ ബഹളം. വിദ്വേഷ പ്രസംഗം എന്നാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഹെയ്റ്റ് സ്പീച്ച് എന്ന് ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. എന്നാൽ വിദ്വേഷ പ്രസംഗം, ഹെയ്റ്റ് സ്പീച്ച്, ഇങ്ങനെ വാക്കുകളൊന്നും തന്നെ നമ്മളുടെ ഇന്ത്യൻ പീനൽ കോഡിൽ ഇല്ല. ഇത്തരം കാര്യങ്ങളൊന്നും കുറ്റകരവുമല്ല. അതുകൊണ്ട് പ്രധാനമന്ത്രി എന്തെങ്കിലും അപരാധം ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾ നോക്കൂ, പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ്? ഈ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നൊക്കെയുള്ള തർക്കത്തിലേക്ക് നമുക്ക് പിന്നെ വരാം. പ്രധാനമന്ത്രി പറഞ്ഞത് എന്താ? കോൺഗ്രസ് നിങ്ങളുടെ സ്വത്ത് കൈയടക്കി നിങ്ങളുടെ പിൻതലമുറയ്ക്ക് കൊടുക്കാതെ നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കും. നിങ്ങളുടെ താലിമാല അറുത്തെടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം നുഴഞ്ഞുകയറിയ ആൾക്കാർക്ക് കൊടുക്കും, അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് കൊടുക്കും. ഇങ്ങനെയൊക്കെ പോയി പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഇതിനാണ് ഈ നിലവിളി. അപ്പോൾ ഇതിൽ കൂടുതൽ കുട്ടികളുള്ളവർ എന്നത് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? ആണ് എന്ന് മുസ്ലിങ്ങൾക്ക് തോന്നിയോ? മുസ്ലിങ്ങൾക്ക് തോന്നിയില്ല. പക്ഷേ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തോന്നി. അതുകൊണ്ട് അവർ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്തു. ശരി, ഇനി മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചാണ് എന്ന് വിചാരിക്കുക. നമ്മളുടെ ജഗതി ശ്രീകുമാർ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, വിഖ്യാതമായ ഡയലോഗാണിതിപ്പോൾ. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ കൂടുതൽ കുട്ടികൾ എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചാണ്, മുസ്ലിങ്ങളെ തന്നെ ഉദ്ദേശിച്ചാണ്, മുസ്ലിങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ്. ബാക്കിയുള്ളവർക്കൊന്നും പിള്ളേരില്ല, ഇവർക്ക് മാത്രമേ പിള്ളേരുള്ളൂ എന്നുള്ള മട്ടിൽ വൻബഹളം. ഇനി അങ്ങനെ ഉദ്ദേശിച്ചു എന്ന് തന്നെ കരുതുക. അതിൽ മുസ്ലിങ്ങളോട് വിദ്വേഷം എന്താ? വിദ്വേഷമില്ലല്ലോ. ഇപ്പോൾ ഒരു സർക്കാർ മൊത്തം കയ്യിലുള്ള ഭൂമി, സർക്കാരിൻ്റെ ഭൂമി, അതിൻ്റെ 4/1 മുസ്ലിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഞാൻ പ്രസംഗിക്കുന്നു എന്ന് വയ്ക്കുക. അതിൽ ഞാൻ വിദ്വേഷിക്കുന്നത് ആരെയാണ്? സർക്കാരിനെ അല്ലേ, അല്ലാതെ മുസ്ലിങ്ങളെ അല്ലല്ലോ. സർക്കാർ ചെയ്യുന്നത് തെറ്റാണ് എന്നാണ് എൻ്റെ വിമർശനം. ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ ഒരിക്കൽ അറസ്റ്റ് ചെയ്തിരുന്നു ഇതുപോലെ വിദ്വേഷ പ്രസംഗം എന്ന് പറഞ്ഞ്. ആലുവയിൽ നിന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ആലുവയിൽ അദ്ദേഹം ഒരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗത്തിൽ അന്ന് നടന്ന ഒരു സംഭവമുണ്ട്. ഒരു മുസ്ലിമിന് സർക്കാർ മരിച്ചുപോയ ആൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുന്നു. 2 ഹിന്ദുക്കൾ മരിക്കുന്നു, അവർക്ക് 2 ലക്ഷം വീതമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പകുതി സങ്കടത്തോടും പകുതി തമാശയായിട്ടും പറഞ്ഞു,
ഈ നാട്ടിൽ മരിക്കണമെങ്കിൽ മുസ്ലിമായി മരിക്കണം, മുസ്ലിമിന് 10 ലക്ഷം കിട്ടും, ഹിന്ദുവിന് 2 ലക്ഷമേ കിട്ടുകയുള്ളൂ എന്ന് പ്രസംഗിച്ചു. ഇത് വിദ്വേഷ പ്രസംഗമാണെന്ന് പറഞ്ഞിട്ട് അയ്യേ അമ്മേ എന്തൊരു ബഹളമായിരുന്നു. 2 ദിവസം നിരന്തരം ടി വിക്കാരിട്ട് അലക്കി ഒടുവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. IPC 153A പ്രകാരം 2 സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കി അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട്. ഏത് സമുദായങ്ങൾ തമ്മിലാണ് സ്പർദ്ധ? ഹിന്ദുവും മുസ്ലിമും തമ്മിലോ? ഇപ്പോൾ ഹിന്ദു പറയുകയാണ് എനിക്ക് കിട്ടിയത് കുറഞ്ഞുപോയി, അവന് കൊടുത്തത് കൂടുതലാണ്, അതുപോലെ എനിക്കും തരണ്ടേ എന്ന് ചോദിച്ചാൽ അതിൽ അവനോട് സ്പർദ്ധ എവിടെയാണ്? ഇത് വെള്ളാപ്പള്ളി നടേശൻ മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഞങ്ങൾ മുൻകൂർ ജാമ്യം കൊടുക്കാം, പക്ഷേ ഞങ്ങൾക്ക് ഈ കേസേ മനസ്സിലാവുന്നില്ല. ഈ മനുഷ്യൻ ഉയർത്തിയത് അങ്ങേരുടെ ഒരു വിഷമമാണ്, ഒരു ഗ്രീവൻസാണ് അങ്ങേര് പറഞ്ഞത്. എനിക്ക് തന്നത് കുറഞ്ഞുപോയി, മറ്റേയാൾക്ക് നിങ്ങൾ കൂടുതൽ കൊടുത്തില്ലേ, പന്തിയിൽ പക്ഷഭേദം പാടുണ്ടോ? ഇതാണ് ആ മനുഷ്യൻ്റെ ചോദ്യം. അത് വിദ്വേഷ പ്രസംഗമാകുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും മുൻകൂർ ജാമ്യം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് വെള്ളാപ്പള്ളി നടേശന് മുൻകൂർ ജാമ്യം കൊടുത്തു. ഇതുപോലെ പിണറായി വിജയൻ്റെ പോലീസ് ഈ 153A ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാ എത്ര പേരുടെ പേരിലാണ് എന്തെങ്കിലും ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞാൽ, ഒരു ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞാൽ ഉടൻ തന്നെ വിദ്വേഷ പ്രസംഗം എന്ന് പറയുക. ഈ നാട്ടിൽ മുസ്ലിം, ക്രിസ്ത്യാനി, ഹിന്ദു, പാഴ്സി അവരിവരൊക്കെ ഉണ്ട്. ഇവരന്യോന്യം വിമർശിച്ചു കഴിഞ്ഞാൽ അത് വിദ്വേഷ പ്രസംഗമാകുമോ? അങ്ങനെ ആണെങ്കിൽ വലിയ വിദ്വേഷ പ്രസംഗം നടത്തിയ ആൾ ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ക്രിസ്തുമത ഛേദനം എന്നാണ്. അന്നും IPC നിലവിലുണ്ട്. IPC നിലവിലുള്ള കാലത്താണ് ചട്ടമ്പി സ്വാമികൾ ഈ പുസ്തകം ഇറക്കുന്നത്, ക്രിസ്തുമത ഛേദനം. ഇന്നാണെങ്കിൽ പിണറായി വിജയൻ ചട്ടമ്പി സ്വാമികളെ അറസ്റ്റ് ചെയ്തേനെ. അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണമായതുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രക്ഷപ്പെട്ടു. ഇന്നാണെങ്കിൽ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ പണി കിട്ടും ചട്ടമ്പി സ്വാമിക്ക്. ഇന്ന് ആ പുസ്തകം പ്രചാരത്തിലുണ്ട്, ആർക്കും ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും ഉണ്ടോ? ആരും ഒരു പ്രശ്നവും പറയുന്നില്ലല്ലോ. ക്രിസ്തുമതഛേദനം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഇനി ഇസ്ലാമിലേക്ക് വരിക. ഇസ്ലാമിലെ ഖുറാനിൽ മുസ്ലിങ്ങളല്ലാത്തവരെ, അമുസ്ലിങ്ങളെ അവിശ്വാസികൾ എന്ന പേരിലാണ് വിളിക്കുന്നത്. അവിശ്വാസികളെ കാണുന്നിടത്ത് വെച്ച് വധിക്കണം, അവരുടെ കൈ ചതയ്ക്കണം, പേരടി വെട്ടണം, ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പുസ്തകവും ലക്ഷക്കണക്കിന് കോപ്പി വിൽക്കുന്നുണ്ട്, ഇല്ലേ? ഖുറാൻ വിൽക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമോ പോലീസിനോ നാട്ടുകാർക്കോ ഉണ്ടോ? ഇല്ലല്ലോ. മതവിമർശനം എന്ന് പറയുന്നത് ഒരു തെറ്റല്ല, അത് വേണ്ടതാണ്. അത് കാലാകാലങ്ങളിലായിട്ട് ഒരുപാട് പേര് ചെയ്യുന്നതാണ്. യുക്തിവാദികൾ എന്ന് വിളിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ, അവർ മതങ്ങളെ വിമർശിക്കാറില്ലേ? അവർക്കൊരു അവകാശമില്ലേ മതങ്ങളെ വിശ്വസിക്കാൻ? മതങ്ങളെന്താ ഇത്ര വലിയ സെൻസിറ്റീവായിട്ട് ഞങ്ങളെ ആരും വിമർശിച്ചുകൂടാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? വാസ്തവത്തിൽ മതങ്ങൾ അങ്ങനെ നടക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കുമാണ് വെപ്രാളം. അവരെ സംബന്ധിച്ചോളം ഹിന്ദുക്കളെ നിങ്ങൾക്ക് എന്തും പറയാം, ഒരു കുഴപ്പമില്ല, അവരും ചേർന്ന് കൈയടിക്കും. എന്നാൽ ഇസ്ലാമിനെയോ ക്രിസ്ത്യാനിയോ പറ്റി ഒരക്ഷരം മിണ്ടിക്കൂടാ. കാരണം അത് അവരുടെ വോട്ട് ബാങ്കാണ്. അവരെ താലോലിച്ച് നിർത്തണം, അവരെ പ്രീണിപ്പിച്ച് നിർത്തണം. അതുകൊണ്ട് അവർക്കെതിരെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് വിദ്വേഷ പ്രസംഗമായിട്ട് മാറും. ഇതാണ് നരേന്ദ്രമോദിയുടെ കാര്യത്തിലും സംഭവിച്ചത്. അദ്ദേഹം ഇതൊന്നും വകവെച്ച് കൊടുക്കുന്ന കൂട്ടത്തിലല്ല. ഇനി അദ്ദേഹം പറഞ്ഞു താലിമാല അറുത്ത് അവരെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. സത്യമല്ലേ? കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ സമ്പത്ത്, ഓരോരുത്തരുടെയും സമ്പത്തിൻ്റെ കണക്കെടുത്തിട്ട് അത് തുല്യമായിട്ട് വീതിക്കും എന്ന് പ്രകടന പത്രികയിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും സ്വത്ത് കണക്കെടുത്ത് വീതിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, നിങ്ങളുടെ ഷെയർ സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ എത്ര സ്വർണ്ണമുണ്ട്, വൈരമുണ്ട്, വൈഡൂര്യമുണ്ട്, എന്തെങ്കിലും അത് 5 പവനോ 4 പവനോ 1 പവനോ 10 പവനോ 100 പവൻ, ഇത് സർക്കാർ കണക്കെടുക്കും, എന്നിട്ട് വീതിക്കും. ഇതെന്താണ് എന്ന് മോദി ചോദിച്ചു കഴിഞ്ഞപ്പോൾ മറുപടി കോൺഗ്രസ്സിലെ സാം പിട്രോഡ എന്ന നേതാവ് അമേരിക്കയിൽ നിന്നാണ് നൽകിയത്. സാം പിട്രോഡ പറഞ്ഞു, അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിൽ ഒരു നിയമമുണ്ട്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്ത് നമ്മുടെ നിയമം അനുസരിച്ചാണെങ്കിൽ അയാളുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കുമായിട്ട് വീതിച്ചു പോകും. അവിടെ അങ്ങനെ അല്ല പോലും ചില സംസ്ഥാനങ്ങളിലുള്ളത്. ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു 45-50%
സ്വത്ത് സർക്കാരിലേക്ക് പോകും. ഇയാളുടെ ഭാര്യയ്ക്കും കുട്ടിക്കും ബാക്കിയുള്ള 50% കിട്ടുകയുള്ളൂ. ഇതാണ് കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ ഉദ്ദേശിച്ചത് എന്ന് സാം പിട്രോഡ പറഞ്ഞു. അപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞത് ശരിയല്ലേ? നിങ്ങളുടെ സാധനങ്ങളെല്ലാം 50% എന്ന് വയ്ക്കുക, 50-50 ആയിട്ട് വീതിക്കുന്നു. നിങ്ങളുടെ താലിമാല, സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം എടുക്കണമല്ലോ. അപ്പോൾ അതിൽ താലിമാലയും പെടും. താലിമാല 2ആക്കി മുറിക്കും. ഒരു കഷ്ണം സർക്കാർ കൊണ്ടുപോകും, ബാക്കി കഷ്ണം ഈ ഭാര്യയുടെ കയ്യിലിരിക്കും. ഭർത്താവിൻ്റെ സ്വത്താണല്ലോ അത്. അപ്പോൾ മോദി പറഞ്ഞതിന് വല്ല കുറ്റമുണ്ടോ? മോദി മതം ഉപയോഗിച്ച് വോട്ട് പിടിക്കുന്നു. മതം ഉപയോഗിച്ച് വോട്ട് പിടിക്കുന്നത് തെറ്റാവുന്നത് എങ്ങനെയാണ്? അതൊന്നും നോക്കണമല്ലോ. ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രത്യേക മതങ്ങളെയല്ലേ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും സംരക്ഷിക്കുമെന്നാണ്. അല്ലാതെ സിഖുകാരനെയോ ബൗദ്ധനെയോ ജൈനന്മാരെയോ ഉദ്ദേശിച്ച് പറയുന്നത് അല്ലല്ലോ അത്. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയും മുസ്ലിമുമാണ് കേരളത്തിൽ. ജനറലി ഇന്ത്യയിൽ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനി പോലും അല്ല. ക്രിസ്ത്യാനിക്ക് വലിയ വിലയൊന്നും മറ്റ് സംസ്ഥാനങ്ങളിലില്ല, ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ. എണ്ണത്തിൽ ഒരല്പം കൂടുതലാണ് ഇവിടെ. അതുകൊണ്ട് മധ്യപ്രദേശിൽ പോയി കഴിഞ്ഞാൽ മൈനോറിറ്റി, ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ആരാ? മുസ്ലിങ്ങളാണ്. ഡൽഹിയിൽ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്. പിന്നെ എന്തെങ്കിലും പള്ളിയുടെ പെയിൻറ്റ് ചുരണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും ബിഷപ്പ് ബഹളം വെച്ചാൽ അത് TV വന്നാലായി, ഇല്ലെങ്കിലായി. ഇതാണ് ക്രിസ്ത്യാനികളുടെ സ്ഥിതി കേരളത്തിന് പുറത്ത്. പിന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ട്, അവിടെ ഈ പ്രശ്നം ഉണ്ടാവാറേയില്ല. ഗോവയിൽ നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികളുണ്ട്, അവിടെ ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല. അവിടെയൊക്കെ രാഷ്ട്രീയക്കാരുണ്ട്, അവരെല്ലാം പ്രസംഗിക്കാറുണ്ട്. അവിടെയൊന്നും കാണാത്ത കുഴപ്പമാണ് നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ കാണുന്നത്. വാസ്തവത്തിൽ ഈ അടുത്ത കാലത്ത് എം സ്വരാജ് ഇലക്ഷൻ ഹർജി തോറ്റുപോയല്ലോ ഹൈക്കോടതിയിൽ. അതിനകത്ത് എം സ്വരാജ് ഉന്നയിച്ച പ്രധാന പ്രശ്നം, എം സ്വരാജിനെതിരെ ജയിച്ച കെ ബാബു മതം പറഞ്ഞ് വോട്ട് പിടിച്ചു എന്നാണ്. അതായിരുന്നു സ്വരാജിൻ്റെ ഒരു വാദം. രണ്ടാമത്തെ വാദം, അയ്യപ്പൻ്റെ ചിത്രമുള്ള സ്ലിപ്പ് വീടുകളിൽ വിതരണം ചെയ്തു. അയ്യപ്പനൊരു വോട്ട്, ബാബുവിനൊരു വോട്ട് എന്ന് പറഞ്ഞിട്ട് 2019 തെരഞ്ഞെടുപ്പിൽ ബാബു ഇങ്ങനെ ക്യാമ്പയിൻ നടത്തി എന്നൊക്കെയാണ് സ്വരാജിൻ്റെ വാദം. 2019 2021 തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ ബാബു ജയിച്ചു. ആ തെരഞ്ഞെടുപ്പ് കേസ് വന്നു. ആ തെരഞ്ഞെടുപ്പിൻ കേസിൻ്റെ വിധിയിൽ, ഹൈക്കോടതി വിധിയിൽ സ്വരാജ് തോറ്റു. അതിൽ സ്വരാജ് ഉന്നയിച്ച പ്രധാനപ്പെട്ട പോയിൻ്റ്, ബാബു മതം പറഞ്ഞ് വോട്ട് പിടിച്ചു എന്നാണ്. ആ ജഡ്ജ്മെൻറ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. വെറുതെ നിങ്ങളുടെ അടുത്ത് വന്ന് ബ്ലാ ബ്ലാ പറയുകയല്ല, ജഡ്ജ്മെൻറ്റ് നോക്കി വായിച്ച് പറയുകയാണ്. സ്വരാജിൻ്റെ പരാതി, ബാബു കമ്മിറ്റഡ് കറപ്റ്റ് പ്രാക്ടീസ് സിൻസ് his election agent and other persons with his consent or his election agent induced the electors to vote for him and not to vote for the petitioner by publicizing the messages that unless they do so they will be rendered objects of divine displeasure. അതായത് ബാബുവോ ബാബുവിൻ്റെ ഏജൻറ്റോ അവരുടെ പ്രേരണയാലോ ഒക്കെ പലരും ബാബുവിന് വോട്ട് ചെയ്യണമെന്നും ബാബുവിന് വോട്ട് ചെയ്തില്ലെങ്കിൽ ഡിവൈൻ ഡിസ്പ്ലഷർ എന്ന് വെച്ചാൽ ദൈവശാപം കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് നടന്നു, പ്രചരിപ്പിച്ചു. എന്ന് വെച്ചാൽ തലയിൽ കൈവച്ചിപ്പിലായി, എനിക്ക് വോട്ട് ചെയ്ത് നിനക്ക് മുടിഞ്ഞു പോകുക, നിനക്ക് ദൈവശാപം കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഇതാണ് ഇതിൻ്റെ താല്പര്യം. രണ്ടാമത്തത്, appeal to the electors to vote for him and refrain from voting to the petitioner on the ground of religion. ബാബു പറഞ്ഞു, ഞാൻ യഥാർത്ഥ ഹിന്ദുവാണ്, എനിക്ക് വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ. ഈ സ്വരാജ് കള്ള ഹിന്ദുവാണ്, തല്ലിപ്പൊളിയാണ്, മഹാ വൃത്തികെട്ടവനാണ്. അവൻ ഹിന്ദുവൊന്നുമല്ല, ഞാനാണ് യഥാർത്ഥ ഹിന്ദു, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ പോയിൻ്റ്. മൂന്നാമത്തത്, ബാബു അയ്യപ്പൻ്റെ പേര് വെച്ചൊരു സ്ലിപ്പ് അടിച്ചിട്ട് എല്ലാവർക്കും വിതരണം ചെയ്തു. അയ്യപ്പനൊരു വോട്ട്, ബാബുവിനൊരു വോട്ട്. ഇത് 3 കാര്യങ്ങളാണ് സ്വരാജ് ഉന്നയിച്ചത്. ബാബു ഈ 3 കാര്യങ്ങളും ഒരു കേസിൻ്റെ വകയേ അല്ല, കോസ് ഓഫ് ആക്ഷൻ എന്ന് പറയും. കേസിന് പര്യാപ്തമായ സംഭവങ്ങളേ അല്ല ഇത് 3. ഇത് 3 ചെയ്തു എന്ന് വിചാരിക്കുക, അപ്പോൾ പോലും ഇതൊരു കേസല്ല എന്ന് ബാബു വാദിച്ചു. ഹൈക്കോടതി എന്ത് ചെയ്തു? ആദ്യത്തെ 2, ഏത്
ദൈവം നിങ്ങളെ ശപിക്കുമെന്ന് പറഞ്ഞതും ഞാനാണ് യഥാർത്ഥ ഹിന്ദു എന്ന് പ്രസംഗിച്ചതും സ്വരാജ് കള്ള ഹിന്ദുവാണെന്ന് പറഞ്ഞതും ഒന്നും കുറ്റകരമല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. പക്ഷേ സ്ലിപ്പ് വിതരണം ചെയ്തത് പ്രഥമ ദൃഷ്ട്യാ കുറ്റമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ബാബു ആ കുറ്റത്തിന് വിചാരണ നേരിടണം എന്ന് ഹൈക്കോടതി പറഞ്ഞു. ബാബു ഈ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിവെച്ചു. എന്നുവെച്ചാൽ എനിക്ക് വോട്ട് ചെയ്യാത്തവർക്ക് ദൈവശാപം കിട്ടും എന്ന് പ്രസംഗിച്ചത് തെറ്റല്ല. അതിൽ തിരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ ലംഘനമില്ല, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൻ്റെ ലംഘനമില്ല. ഞാനാണ് യഥാർത്ഥ ഹിന്ദു, മറ്റവൻ കള്ള ഹിന്ദുവാണ്, അവനെ വിശ്വസിക്കരുത്, അയ്യപ്പ ഭക്തൻ ശരിക്കും ഞാനാണ്, ഹിന്ദു ഞാനാണ് എന്നൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ തെറ്റില്ല. നിയമദൃഷ്ട്യാ അങ്ങനെ പ്രസംഗിക്കാം. അത് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്, ജനപ്രാതിനിധ്യ നിയമം എന്ന് പറയുമല്ലോ, ആ നിയമത്തിൻ്റെ ലംഘനമല്ല, തിരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ ലംഘനമല്ല. പക്ഷേ ഈ അയ്യപ്പൻ്റെ ഫോട്ടോ വെച്ച് അയ്യപ്പനൊരു വോട്ട് ബാബുവിനൊരു വോട്ട് എന്ന് പറഞ്ഞ് സ്ലിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരമാണ്. അതുകൊണ്ട് ആ ഭാഗം വിചാരണ ചെയ്യണം. ഫലത്തിൽ ഹൈക്കോടതി പറഞ്ഞത് മുഴുവൻ തന്നെ സുപ്രീം കോടതി ശരിവെച്ചു. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ സ്ലിപ്പ് വിതരണം ചെയ്തു ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ തർക്കമായി വിചാരണ നടന്നു. സ്ലിപ്പ് വിതരണം ചെയ്തു എന്ന് ഫലപ്രദമായിട്ട് സ്ഥാപിക്കാൻ സ്വരാജിന് കഴിഞ്ഞില്ല. അങ്ങനെയാണ് സ്വരാജിൻ്റെ ഹർജി തോറ്റുപോകുന്നത്. അത് വേറൊരു വിഷയം. ഞാൻ പറയുന്നത് ഇതിൻ്റെ ആദ്യത്തെ 2 പോർഷനുണ്ടല്ലോ, ദൈവനാമത്തിൽ വോട്ട് ചെയ്യരുത്, ദൈവനാമത്തിൽ വോട്ട് ചോദിക്കാം, എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ദൈവം ശപിക്കും എന്ന് പറയാം, എനിക്ക് വോട്ട് ചെയ്താൽ ദൈവം അനുഗ്രഹിക്കും എന്ന് പറയാം. ഇതൊന്നും ചട്ടവിരുദ്ധമോ നിയമവിരുദ്ധമോ അല്ല. ഇത് ഈ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന, ഞാൻ പറയാറില്ലേ, ഡിമാല ഗുണ്ടന്മാർ, ഇവർ ഈ ഗുണ്ടന്മാരൊക്കെ കൂടെ ഉണ്ടാക്കിയ ഒരന്തരീക്ഷമാണിത്. ദൈവത്തിൻ്റെ പേര് ഉച്ചരിക്കാൻ പാടില്ല, ഇത് ഉച്ചരിച്ചാൽ അതൊന്നും കുറ്റകരമല്ല. അതുപോലെ മതം പറയുന്നത് കുറ്റമല്ല. ഇവിടെ ബാബു അങ്ങനെയാണല്ലോ ചെയ്തത്, മതമാണല്ലോ പറഞ്ഞത്. ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലിജിയൻ അപ്പീൽ ടു ദ എലക്ടേഴ്സ്, ഇതാണ് ബാബു ചെയ്തു എന്ന് സ്വരാജ് ആരോപിക്കുന്ന കുറ്റം. മതത്തിൻ്റെ പേരിൽ വോട്ട് ചോദിച്ചു എന്നാണ്. മതത്തിൻ്റെ പേരിൽ വോട്ട് ചോദിച്ചെങ്കിൽ പോലും അത് കുറ്റമല്ല എന്ന് കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിധിച്ചു. ആകെ കുറ്റമാണെന്ന് സംശയം തോന്നിയത് ഏതാ? ഈ സ്ലിപ്പ് കൊടുത്തതാണ്. ആ കുറ്റം സ്വരാജിന് നേരെ ചൊവ്വേ എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറ്റിയില്ല. അങ്ങനെ പോയി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? മതം പറയുന്നത് കുറ്റമല്ല. മതവിദ്വേഷം ജനിപ്പിക്കുന്ന ഒരുപക്ഷെ വേറെ കുറ്റമാകാം IPCയിൽ. അതായത് ഞാനിപ്പോൾ തിരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കുകയാണെന്ന് വെച്ചോ, ഹിന്ദുക്കളെ നിങ്ങളെല്ലാം വാളെടുത്ത് ക്രിസ്ത്യാനികളെ വെട്ടിക്കൊല്ലുവിൻ എന്ന് പ്രസംഗിച്ചാൽ പ്രശ്നമാണ്. കാരണം അത് ഡയറക്റ്റ് വിദ്വേഷം ജനിപ്പിക്കുന്നതും രോഷമുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന അതിൻ്റെ ന്യായങ്ങളൊക്കെ പറഞ്ഞാണ് ഞാൻ ഇങ്ങനെ അങ്ങ് ടെമ്പോ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന് ഞാനൊരു വലിയ പ്രഭാഷകനാണെന്ന് വയ്ക്കുക, സദസ്സിനെ ഇളക്കി മറിക്കുന്ന ആൾ. അങ്ങനെ ചെയ്ത് അപ്പോൾ ഹിന്ദുക്കൾ ശരി ഇവന്മാരെ കൊന്നിട്ട് ബാക്കി കാര്യം, അതിൻ്റെ കൂടെയാണ് എൻ്റെ ആഹ്വാനം, വേട്ടറായ എല്ലാവരെയും. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ കുറ്റമാണ്. അതാണല്ലോ സാമാന്യ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാകും. അതല്ലാതെ ഞാൻ എൻ്റെ വോട്ടർമാരോട് പറയുന്നു, ഞാൻ സത്യസന്ധനായ നിർവ്യാജനായ ദൈവഭക്തനാണ്, നല്ലൊരു ഹിന്ദുവാണ് ഞാൻ, ധർമ്മത്തിൽ ചരിക്കുന്നവനാണ് ഞാൻ, ഈശ്വരഭക്തിയുള്ളവനാണ്. ഈശ്വരഭക്തിയുള്ളവർ എനിക്ക് വോട്ട് ചെയ്യണം. എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ഈശ്വരൻ നിങ്ങളോട് കോപിക്കും, നിങ്ങളോട് കണക്ക് ചോദിക്കും, മരിച്ചു ചെല്ലുമ്പോൾ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ ഒരു തെറ്റുമില്ല, ഒരു തെറ്റുമില്ല. ഇത് ഞാൻ പറഞ്ഞാലുണ്ടല്ലോ ഒരു മനുഷ്യൻ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. 5 ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട് സുപ്രീം കോടതിയുടെ, ഹിന്ദുത്വ ജഡ്ജ്മെൻറ്റ്സ് എന്നാണ് അത് അറിയപ്പെടുന്നത് തന്നെ. ശിവസേനക്കാർ, ഇവിടുത്തെ പ്രസംഗമൊക്കെ എന്ത് പ്രസംഗമെന്ന്, ശിവസേനയുടെയൊക്കെ പ്രസംഗം ബാൽ താക്കറെയുള്ള കാലത്ത് അതൊക്കെയാണ് പ്രസംഗം എന്ന് പറഞ്ഞാൽ. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞടുങ്ങിപ്പോവും. ആ പ്രസംഗങ്ങളിൽ പോലും യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞിട്ട് 5 തെരഞ്ഞെടുപ്പ് കേസുകളിൽ 5 ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതിയുടെ ഉണ്ട്. എന്നിട്ടും കേരളത്തിൽ ആളുകൾക്ക് മതം പറയാൻ പേടിയാണ്. കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പിൽ, ഈ ശബരിമല കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിലാണ്, ഈ ടി കാറാം മീണ അദ്ദേഹമായിരുന്നു
ഇവിടെ കേരളത്തിലെ ഇലക്ടറൽ ഓഫീസർ, അദ്ദേഹം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൂടാ എന്നൊരു തീട്ടൂരമിറക്കി. BJPക്കാർ പോലും പേടിച്ചു പോയി. ആരും വിളിച്ചില്ല, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ആരും വിളിച്ചില്ല, ഭയന്നുപോയി. പിന്നെ നമ്മൾ ഈ ടിക്കാറാം മീണയെ കാണുന്നത് രാജസ്ഥാനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ്, ഇലക്ടറൽ ഓഫീസർ. അപ്പോൾ അദ്ദേഹം ഒന്ന് പേടിപ്പിച്ചു. അന്ന് ഞാൻ നിലവിളിച്ചു, ഇദ്ദേഹം പറയുന്നത് ചട്ടവിരുദ്ധമാണ്, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പ്രസംഗത്തിൽ വിളിക്കാം. അന്നും ഒരാൾ ധൈര്യപൂർവ്വം വിളിച്ചു കേട്ടോ. അങ്ങേരുടെ പേര് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്നാണ്. കേരളത്തിൽ വന്നു, കേരളത്തിൽ തന്നെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചു. അതൊരു വെല്ലുവിളിയായിരുന്നു ടിക്കാറാം മീണയ്ക്ക്. ഒന്നും ചെയ്തില്ല ടിക്കാറാം മീണ, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വെറുതെ ഭയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം പറയാം, ഒരു തെറ്റുമില്ല. തിരഞ്ഞെടുപ്പ് സമയത്ത് പറയാം, സ്ഥാനാർത്ഥിക്ക് തന്നെ പറയാം, പാർട്ടിക്ക് പറയാം, ഇതിലൊന്നും ഒരു തെറ്റുമില്ല. ഈ മതമില്ല, അല്ലെങ്കിൽ ഹിന്ദുമതമില്ലാതെ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ കൂടെ ഉണ്ടാക്കിയ ഒരു അന്തരീക്ഷമാണ്. മതം പറഞ്ഞാൽ ഉടനെ വിദ്വേഷം ഉണ്ടാകും. വാസ്തവത്തിൽ വിദ്വേഷപ്രസംഗം, വിദ്വേഷം, ഹെയ്റ്റ് സ്പീച്ച് എന്നൊക്കെ ഇംഗ്ലീഷിൽ എഴുതുമല്ലോ, അങ്ങനെ ഒരു വകുപ്പ് ഭാരതത്തിൻ്റെ പീനൽ കോഡിൽ ഇല്ല. ഷോ മീ ഇഫ് സംതിങ് ഈസ് ദെയർ. ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ സിമ്പിൾ അർത്ഥം എന്താ? വെറുപ്പ് തോന്നിക്കുന്ന പ്രസംഗം. ഈ ആര് പ്രസംഗിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് വെറുപ്പ് തോന്നാം, ഇല്ലേ? അച്യുതാനന്ദൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ പിണറായി വിജയനോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നുണ്ടാവും. അവർ തമ്മിലായിരുന്നല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ ശത്രുത. ഉമ്മൻചാണ്ടി പ്രസംഗിക്കുമ്പോൾ ചില ചാട്ടുളി പ്രയോഗങ്ങൾ AK ആൻ്റണിയുടെ നേർക്ക് ഉണ്ടാവും. അപ്പോൾ AK ആൻ്റണിയോട് ശത്രുതയുണ്ടാക്കി. ഇങ്ങനെ ഒരു ഹെയ്റ്റ് സ്പീച്ച് ഉണ്ടോ? ഓരോ സ്പീച്ചിലും ഹെയ്റ്റിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ടാവും. ശത്രുവിനെ ആക്രമിക്കുകയല്ലേ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് സമയത്ത്. അപ്പോൾ മോദി സംസാരിക്കുമ്പോൾ കോൺഗ്രസ്സിനെ ശത്രുപക്ഷത്ത് നിർത്തിയാണ് സംസാരിക്കുന്നത്. കോൺഗ്രസ്സിനെ വെറുക്കുന്ന രീതിയിൽ തന്നെ മോദിയുടെ പ്രസംഗം പോകും. അതിൽ തെറ്റെന്താ? കോൺഗ്രസ്സും അത് തന്നെയല്ലേ ചെയ്യുന്നത്. കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് CAA വിഷയത്തിൽ ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. സാധുക്കളായ മുസ്ലിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചില്ലേ, നിങ്ങളെ ഇന്ത്യയിൽ നിന്ന് നാട് കടത്തും. ദൈവം സഹായിച്ച് ഇന്നുവരെ ആരെയും നാട് കടത്തിയിട്ടില്ല, കാരണം അതിനുള്ള വകുപ്പല്ല അത്. ബട്ട് ഇല്ലാത്ത സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് നിരന്തരം കള്ളപ്രചരണം നടത്തി ഒരു മതവിഭാഗത്തെ മുഴുവൻ BJPയിൽ നിന്ന് അകറ്റുക എന്നുള്ള കള്ളത്തരം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കേരളത്തിലെങ്കിലും സക്സസ്ഫുള്ളായിട്ട് നടപ്പാക്കിയില്ലേ. ഇന്നും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അടിസ്ഥാനം അതല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് വർഗീയതയല്ല, വിദ്വേഷ പ്രസംഗമല്ല. മോദി സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമായി, അത് പറയാൻ പാടില്ല, അത് നിരോധിക്കണം, മോദിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് തന്നെ വിലക്കണം. ഇതൊക്കെയാണ് ആവശ്യം. ഇതിന് കൂട്ടുനിൽക്കാൻ ഫോറിൻ മീഡിയയുണ്ട്. വാൾ സ്ട്രീറ്റ് ജേർണൽ, വാഷിങ്ടൺ പോസ്റ്റ്, വരെ ഇവരൊക്കെ ചാടി വീഴും. മോദി ഇങ്ങനെ പ്രസംഗിച്ചു, അങ്ങനെ പ്രസംഗിച്ചു. ഇതിലൊന്നും ഒരു തെറ്റുമില്ല. തെറ്റില്ല എന്ന് സുപ്രീം കോടതി വരെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രസംഗങ്ങളെ മോദി ചെയ്തിട്ടുള്ളൂ. അത് ഇനിയും തുടരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിലും 3ാമത്തെ വരവ് മോദിയുടെ തന്നെയായിരിക്കും എന്നുള്ളതിൽ ആർക്കും വലിയ സംശയമൊന്നുമില്ല. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.